ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും നമ്മുടെ വീഡിയോസൊക്കെ കാണുന്നെന്ന് വിശ്വസിക്കുന്നു. വീഡിയോസൊക്കെ കാണുന്നതിന് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഞാൻ പ്രത്യേകം നന്ദി പറയുന്നു. തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ട് വേണം. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്ന റെസിപ്പി വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു റാഗി ദോശയുടെ റെസിപ്പിയാണ്. ഒരു ഇൻസ്റ്റൻറ്റ് ദോശയാണ്, നമുക്ക് വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന റെസിപ്പിയാണ്. അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ ചാനലിൽ കുറേ റാഗിയുടെ റെസിപ്പീസൊക്കെ ഇട്ടിട്ടുണ്ട്. റാഗി ചപ്പാത്തി, റാഗി പുട്ടും, റാഗി സൂപ്പ്. അപ്പോൾ കാണാത്തവരെല്ലാം അതും കൂടെ കണ്ടൊക്കെ ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് എന്തായാലും നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ മറക്കരുത്. നിങ്ങളുടെ ഫ്രണ്ട്സൊക്കെ ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്കിത് റാഗി ദോശ ഉണ്ടാക്കാൻ തുടങ്ങാം. റാഗി ദോശ ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് 1 കപ്പ് റവ, 1 കപ്പ് റാഗിപ്പൊടി, 1/2 കപ്പ് തൈര്, 1/2 കപ്പ് അരിപ്പൊടി. ഒരു ബൗളിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന റാഗിപ്പൊടിയും റവയും അരിപ്പൊടിയും തൈരും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചി ചെറുതായിട്ട് ചോപ്പ് ചെയ്തതും, 2 പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്തതും, 2 ടേബിൾ സ്പൂൺ മല്ലിയില ചെറുതായിട്ട് ചോപ്പ് ചെയ്തതും, കുറച്ച് കറിവേപ്പില ചെറുതായിട്ട് കട്ട് ചെയ്തതും, ഒരു മീഡിയം സൈസിലുള്ള സവാള നല്ല ഫൈനായിട്ട് ചോപ്പ് ചെയ്തതും കൂടി ചേർത്ത് കൊടുക്കണം. ഇതിലേക്ക് 1 ടീസ്പൂൺ ചെറിയ ജീരകവും 1 ടീസ്പൂൺ കുരുമുളക് ക്രഷ് ചെയ്തതും കൂടി ചേർത്ത് കൊടുക്കണം. 1 ടീസ്പൂൺ ഉപ്പ് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ച് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ബാറ്റർ നല്ല തിക്കാണ്. വീണ്ടും ഇതിലേക്ക് 1 കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കണം. വെള്ളം ഒഴിച്ച് വീണ്ടും നല്ലപോലെ മിക്സ് ചെയ്തെടുക്കണം. കട്ടയില്ലാതെ നല്ലതുപോലെ കലക്കിയെടുക്കാം. ദോശയുടെ ബാറ്റർ ഒട്ടും കട്ടയില്ലാതെ നല്ലതുപോലെ കലക്കിയെടുത്തിട്ടുണ്ട്. റവയൊക്കെ നല്ലതുപോലെ ഒന്ന് കുതിർന്ന് കിട്ടാൻ വേണ്ടിയിട്ട് പാൻ മൂടി ഒരു 15 മിനിറ്റ് മാറ്റി വെക്കാം. ബാറ്റർ മൂടി വെച്ചിട്ട് 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി മൂടി മാറ്റിയതിന് ശേഷം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് 1/2 കപ്പ് വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കണം. വെള്ളം ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ ദോശ ബാറ്റർ കുറച്ച് ലൂസായിട്ട് വേണം ഇരിക്കാനായിട്ട്. സാധാരണ നമ്മൾ റവ ദോശ ഉണ്ടാക്കുന്ന കൺസിസ്റ്റൻസിയിൽ വേണം ഇരിക്കാനായിട്ട്. ഇപ്പോൾ ദോശയുടെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ദോശ ഉണ്ടാക്കാൻ തുടങ്ങാം. ദോശ ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഒരു നോൺ സ്റ്റിക്ക് പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. പാൻ നല്ലതുപോലെ ചൂടായതിലേക്ക് സ്വല്പം വെള്ളം തളിച്ചു കൊടുക്കാം. പാൻ നല്ലതുപോലെ ചൂടായതിന് ശേഷം വേണം നമ്മളിതിലേക്ക് മാവ് ഒഴിച്ച് കൊടുക്കാനായിട്ട്. ഇനി റെഡിയാക്കി വെച്ചിരിക്കുന്ന ദോശ മാവിൽ നിന്ന് കുറേശ്ശെ മാവ് എടുത്തിട്ട് ഇതുപോലെ ഒഴിച്ചു കൊടുക്കാം. ഈ വീഡിയോയിൽ കാണുന്ന പോലെ ആദ്യം പാനിൻ്റെ അറ്റത്ത് ഇതുപോലെ ഒഴിച്ചു കൊടുക്കണം. പിന്നെ അതിൻ്റെ നടുവിലെല്ലാം ഫില്ല് ചെയ്ത് കൊടുക്കാം. മാവ് പാനിലേക്ക് ഒഴിച്ചതിന് ശേഷം സ്റ്റവ് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേണം കുക്ക് ചെയ്യാനായിട്ട്. കുറച്ച് സമയം എടുത്ത് വേണം കുക്ക് ചെയ്യാനായിട്ട്. ഈ ബാറ്ററിൽ വെള്ളം കൂടുതലുള്ള കാരണം കുറച്ച് സമയം എടുക്കും. സമയമെടുത്ത് കുക്ക് ചെയ്യാൻ മാത്രമേ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടുകയുള്ളൂ. ഈ ദോശയുടെ മുകളിലേക്കും അതിൻ്റെ സൈഡിലെല്ലാമായിട്ട് കുറച്ച് എണ്ണയോ നെയ്യോ ഒഴിച്ചു കൊടുക്കാം. ദോശയുടെ ഒരു സൈഡ് മൂത്ത് പാകമായി വന്നിട്ടുണ്ട്. സൈഡെല്ലാം വിട്ട് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. തിരിച്ചിട്ടതിന് ശേഷം ചട്ടകം കൊണ്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. കുറച്ച് എണ്ണയോ നെയ്യോ ഒക്കെ ഇതിൻ്റെ മുകളിലേക്ക് ഒന്ന് പുരട്ടി കൊടുക്കാം. നല്ല ക്രിസ്പി ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് വീണ്ടും നമുക്കൊന്നുകൂടെ തിരിച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ ദോശ പാകമായി വന്നിട്ടുണ്ട്. ഇത് പ്ലേറ്റിലേക്ക് മാറ്റാം. ബാക്കിയുള്ള മാവ് കൊണ്ട് നമുക്കിതുപോലെ തന്നെ ദോശ ഉണ്ടാക്കി എടുക്കാം. ദോശ ബാറ്റർ കുറച്ച് സമയം ഇരിക്കുമ്പോഴത്തേക്കും കൂടുതൽ കട്ടിയാണെന്ന് തോന്നുകയാണെങ്കിൽ സ്വല്പം വെള്ളമൊക്കെ ഒഴിച്ച് നമുക്ക് ലൂസാക്കി എടുക്കാം. വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും നല്ല ടേസ്റ്റി നല്ല ഹെൽത്തിയുമായ നമ്മുടെ റാഗി ദോശ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് ചമ്മന്തിയോ സാമ്പാറോ ഒക്കെ കൂട്ടി കഴിക്കാവുന്നതാണ്. ചമ്മന്തിയുടെ സാമ്പാറിൻ്റെയൊക്കെ റെസിപ്പി നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുള്ളതാണ്. അപ്പോൾ ഈ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാൻ. കാണാത്തവരാണെന്ന് കണ്ട് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഈ ദോശ എന്തായാലും ട്രൈ ചെയ്ത് നോക്കി നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ മറക്കരുത്. നിങ്ങളുടെ ഫ്രണ്ട്സായിട്ടൊക്കെ ഷെയർ ചെയ്യാം. വീണ്ടും ഇതുപോലെ സിമ്പിളും ടേസ്റ്റിയുമായിട്ടുള്ള റെസിപ്പി ആയിട്ട് നമുക്ക് കാണാം. താങ്ക് യു.